അസ്സലാമു അലൈക്കും. ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചിലൊരു പിടച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. അത്തരത്തിലുള്ളൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കേട്ടത്. ജീവിതം മുഴുവൻ മുന്നിൽ ബാക്കി വെച്ച് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി സ്വന്തം വീട്ടിലേക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് തിരിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ പയ്യന്നൂരിലെ ദേശീയപാതയിൽ പൊലിഞ്ഞുപോയത്. മയിൽ നിരത്തുംപാലം സ്വദേശിയായ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഷാഹിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുത്തല്ലിമായിരുന്നു. കൂടെയുണ്ടായിരുന്ന സഹപാഠി ഷിബിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ ചെറുപ്പക്കാരൻ എല്ലാവിധ പ്രയാസങ്ങളും പടച്ചവൻ മാറ്റിക്കൊടുക്കട്ടെ, ദീർഘായുസ്സും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നബിദിനാവധിക്ക് വീട്ടിലെത്താൻ കുതിച്ച് കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറിയ 2 ദർസ് വിദ്യാർത്ഥികൾ കണ്ണൂരിൽ ഇറങ്ങേണ്ടവർ ട്രെയിനിൽ വെച്ച് അറിയാതെ ഉറങ്ങിപ്പോയി. സ്റ്റേഷൻ മാറി പയ്യന്നൂരിലേക്കാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്താൻ വണ്ടി തിരഞ്ഞ് റോഡരികിലൂടെ നടന്നുപോയ സമയത്ത് ആ 2 ചെറുപ്പക്കാരെയും അമിത വേഗതയിലെത്തിയ ഒരു കാർ ക്രൂരമായി ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പാഞ്ഞുപോയി. കൊല്ലത്തെ പ്രശസ്തമായ കാരസിയ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു ഷാഹിദും ഷിബിലും. റബീഉൽ അവ്വൽ മാസം സമാഗതമായി നബിദിനാഘോഷങ്ങൾക്കായി സ്ഥാപനങ്ങൾക്കൊക്കെ അവർ നൽകിയ സന്തോഷത്തിലായിരുന്നു ഇരുവരും. നാട്ടിലെത്തിയാൽ സ്വന്തം പ്രദേശത്തെ സംഘടനാ പ്രവർത്തനങ്ങളിലും മീലാദ് ആഘോഷങ്ങളിലും സജീവമായി പങ്കെടുക്കണമെന്നതായിരുന്നു ഷാഹിദിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഷാഹിദ് കൂട്ടുകാർക്ക് അവസാനമായി വാട്സപ്പിൽ അയച്ച അവസാന സന്ദേശങ്ങളിൽ പോലും ഈ റബീഉൽ അവ്വൽ മാസത്തെ പരിപാടികൾ നാട്ടിൽ സജീവമാക്കണം എന്നതിനെക്കുറിച്ചാണ് അവൻ അവസാനമായി സംസാരിച്ചത്. അങ്ങനെ സന്തോഷത്തോടെ അവർ കൊല്ലത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള ട്രെയിൻ കയറുന്നു. യാത്രാക്ഷീണം കാരണം കൊണ്ടാകാം യാത്രക്കിടയിൽ ഇരുവരും ഉറങ്ങിപ്പോകുന്നു. പുലർച്ചെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയത് ഇവർ അറിഞ്ഞിരുന്നില്ല. കണ്ണൂർ വിട്ട് ട്രെയിൻ മുന്നോട്ട് പോയി. പയ്യന്നൂർ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴാണ് ഇരുവരും ഞെട്ടിയുണരുന്നത്. സമയം ഏകദേശം പുലർച്ചെ 1:30 അടുക്കുന്നു. പരിചിതമല്ലാത്ത സ്റ്റേഷൻ. കണ്ണൂരിലേക്ക് തിരികെ പോകാൻ ആ സമയത്ത് ട്രെയിനുകളോ മറ്റു യാത്രാ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇരുവരും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി ടൗണിലേക്ക് എത്തി. അവിടെ നിന്ന് ദേശീയപാതയിലേക്ക് കയറി കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഏതെങ്കിലും വാഹനങ്ങൾ കിട്ടുമോ എന്ന ആ ഒരു പ്രതീക്ഷയിൽ പെട്രോൾ പമ്പിൻ്റെ പരിസരത്തു കൂടെ നടക്കുകയായിരുന്നു. ആ സമയത്താണ് അവർക്ക് നേരെ ഒരു കാർ അതിവേഗം പാഞ്ഞു കയറുന്നത്. പുലർച്ചെ ഏകദേശം 2:30 മണിയോടെയാണ് പയ്യന്നൂർ പെരുമ്പയിലെ പെട്രോൾ പമ്പിന് സമീപം ആ ദാരുണമായ സംഭവം നടന്നത്. പയ്യന്നൂർ ടൗൺ ഭാഗത്ത് നിന്ന് അതീവ അമിത വേഗതയിലെത്തിയ ചുവന്ന മാരുതി സ്വിഫ്റ്റ് കാർ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഷാഹിദിനെയും ഷിബിലെയും അതിശക്തമായി ഇടിച്ചുതെറിപ്പിച്ചു. ആ ഇടിയുടെ ആഘാതം എത്രത്തോളം വലുതായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ആ കാറിൻ്റെ അവസ്ഥ മാത്രം നോക്കിയാൽ മതി. കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. മുൻവശത്തെ വിൻഡ് ഷീൽഡ് ഗ്ലാസ് പൂർണ്ണമായും തകർന്നു പോയി. ആ ഇടിയുടെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. എന്നാൽ അവിടെയും തീർന്നില്ല ആ ക്രൂരത. ആ 2 മനുഷ്യജീവനുകളെ ക്രൂരമായി ഇടിച്ചു തെറിപ്പിച്ചിട്ടും അവന്മാർ കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വാഹനം നിർത്താതെ ആ രാത്രിയുടെ മറവിലേക്ക് അമിത വേഗതയിൽ പാഞ്ഞുപോയി. പോകുന്ന വഴിയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സ്കൂട്ടറിലും ഈ വാഹനം ഇടിച്ചതായിട്ടുള്ള നാട്ടുകാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും പെട്രോൾ പമ്പിലെ ജീവനക്കാരും ചേർന്നാണ് രക്തത്തിൽ കുളിച്ചു കിടന്ന ഷാഹിദിനെയും ഷിബിലെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെത്തുമ്പോഴേക്കും ഷാഹിദ് മരണപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷിബിൽ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അവന് ജീവനായി നാടൊന്നാകെ പ്രാർത്ഥിക്കുകയാണ്. അപകടമുണ്ടാക്കി നിർത്താതെ കടന്നുപോയ ആ കാർ പിന്നീട് പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ആ കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കാർ ഓടിച്ചിരുന്നവന്മാർ ലഹരി ഉപയോഗിച്ചിരുന്നതായി നാട്ടുകാർ ശക്തമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മയിൽ നിരത്തുംപാലം സ്വദേശിയായ മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെയും സഖീനയുടെയും മകനാണ് ഷാഹിദ്. ഫാത്തിമ ഏക സഹോദരിയാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം പൊതുവിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് സമൂഹത്തിന് വെളിച്ചമാകാൻ കുറിച്ച ഒരു പാവം വിദ്യാർത്ഥി. അൽ മഖർ സിദ്റയുടെ മുൻ വിദ്യാർത്ഥിയായിരുന്ന ഷാഹിദ് നിലവിൽ കൊല്ലം കാദിസയിൽ ഉന്നത പഠനം നടത്തിവരികയായിരുന്നു. കൂടാതെ SSF നിരത്തുംപാലം യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുമൊക്കെ പ്രവർത്തിച്ചിരുന്ന നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കുമേറെ പ്രിയപ്പെട്ട, സദാസമയം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മാത്രം എല്ലാവരെയും കണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരു കുടുംബം ഒരു മകനെ വളർത്തി വലുതാക്കുന്നത് എത്രയധികം സ്വപ്നങ്ങളോടെയായിരിക്കും. പഠിപ്പിച്ച് ഒരു നല്ല നിലയിലെത്തി നാടിനും വീടിനും താങ്ങാകുമെന്ന് കരുതിയ മകനാണ് ഒരു അർദ്ധരാത്രിയിൽ അശ്രദ്ധമായി പാഞ്ഞു വന്ന ഒരു വാഹനത്തിനടിയിൽപ്പെട്ട് ചേതനയേറ്റ ശരീരമായി ഉമ്മയുടെയും ഉപ്പയുടെയും മുന്നിലേക്ക് തിരിച്ചെത്തുന്നത്. എൻ്റെ മോൻ നാളെ രാവിലെ വീട്ടിലെത്തും, അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. ഇതൊക്കെ കരുതി കാത്തിരുന്ന ആ മാതാപിതാക്കളുടെ നെഞ്ചിലെ ആ ഒരു തീ ആർക്കാണ് അണയ്ക്കാനാവുക? ആ സഹോദരിയുടെ കണ്ണീരിന് എന്ത് സമാധാനമാണ് നമുക്ക് നൽകാനാവുക? ഈ ഒരു സംഭവം വെറും ഒരു സാധാരണ അപകടമായി മാത്രം കാണാനാവില്ല. കേരളത്തിലെ റോഡുകളിൽ ഇന്ന് എന്താണ് നടക്കുന്നത്? പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ദേശീയപാതകളിലും സംസ്ഥാന പാതകളിലും നടക്കുന്ന ഡ്രൈവിംഗ് എത്രമാത്രം ഭയാനകരമാണ്. അർദ്ധരാത്രി കഴിഞ്ഞാൽ റോഡുകൾ റേസിംഗ് ട്രാക്കുകളായി മാറുന്ന കാഴ്ചയാണ്.
ലഹരി തലയ്ക്ക് പിടിച്ച് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും പുല്ലുവില കൽപ്പിച്ച് ആക്സിലിത്രയിൽ കാലമർത്തുന്ന ചില ക്രിമിനലുകൾ. കൊച്ചുകുട്ടിൽ ഉൾപ്പെടെ സമാധാനപരമായി അണിനിരന്ന ഒരു നിബിധന റാലിയിലേക്ക് മദ്യപിച്ച് ലക്കകെട്ട ഒരു സംഘം വാഹനം ഇടിച്ചു കയറ്റിയ ക്രൂരത നിങ്ങളെല്ലാവരും കണ്ടതാണ്. റാലിയിൽ പങ്കെടുത്ത നിരപരാധികളായ കുട്ടികളുടെ നേർക്കാണ് ആ വാഹനം ഓടിച്ചു കയറ്റിയത്. മദ്യലഹരിയിൽ ലക്കുകെട്ട് മനുഷ്യരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഇതുപോലെയുള്ള ക്രിമിനലുകളെ ഒരിക്കലും വെറുതെ വിടരുത്. ആ നിബിധന റാലിയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയ എല്ലാവന്മാരെയും പോലീസ് പിടികൂടിയിരുന്നു. അതിൽ അറസ്റ്റിലായ അനീഷ് VA എന്നവൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അക്രമാസ്വഭാവവും വിദ്വേഷവും പ്രകടമാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും ബയോയും ഒക്കെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഈ അപകടമുണ്ടായ കൊല്ലക്കടവ് എന്ന് പറയുന്ന പ്രദേശത്തെയും മുസ്ലിം സമുദായത്തെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വിദ്വേഷ കമൻറ്റുകൾ ഇവൻ മുമ്പ് പങ്കുവച്ചിട്ടുള്ളതായി അവൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് വെറുമൊരു റോഡപകടം മാത്രമാണോ, അതോ മനസ്സിൽ ബോധപൂർവം സൂക്ഷിച്ച വിദ്വേഷവും ലഹരിയും ചേർന്നപ്പോൾ ഒരുപറ്റം പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റിയ ക്രൂരതയാണോ എന്ന കാര്യത്തിൽ ശക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ലഹരിയുടെ മറവിൽ സമൂഹത്തിൽ വർഗീയ ചേരിതിരിവും അക്രമവും അഴിച്ചുവിടാൻ ശ്രമിക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധർക്കെതിരെ ശക്തമായ നിയമ നടപടികളും വധശ്രമത്തിനുള്ള വകുപ്പുകളുമൊക്കെ ചുമത്തേണ്ടതുണ്ട്. അത് അനിവാര്യമാണ്. പയ്യന്നൂരിൽ ഷാഹിദിൻ്റെ ജീവനെടുത്ത ഈ സംഭവത്തിൽ അതിൽ കുറ്റക്കാർക്കെതിരെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത നിയമ നടപടി ഉണ്ടായേ തീരൂ. അതിന് മറ്റൊരു നിരപരാധിയുടെ ജീവൻ ഈ രീതിയിൽ റോഡിൽ പൊലിയാതിരിക്കാൻ ഒരു പാഠമാകണം. മരണമെന്നത് എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ട ഒന്നാണ്. എന്നാൽ ചില മരണങ്ങൾ അത് സൃഷ്ടിക്കുന്ന മുറിവുകൾ കാലങ്ങൾക്ക് പോലും ഉണക്കാൻ കഴിയില്ല. ഷാഹിദ് മുസ്ലിയാർ യാത്രയായി. അറിവിൻ്റെ വഴിയിൽ നടന്നു നീങ്ങിയ ആ ചെറുപ്പക്കാരൻ ഇനി ഓർമ്മകളിൽ മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരൻ്റെ പരലോക ജീവിതം സന്തോഷകരമാകട്ടെ. പാപങ്ങൾ പുറത്തു കൊടുത്ത് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആശുപത്രിയിൽ കഴിയുന്ന സഹപാഠി ഷിബിലിന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഷാഹിദിൻ്റെ വേർപാടിൽ നീറുന്ന കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.